അഫാൻ ആദ്യം കൊലപ്പെടുത്തിയ സൽമ ബീവിയുടേത് അപകട മരണം എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ആശുപത്രിയിലേക്ക് മാറ്റാൻ ഒരുങ്ങുമ്പോഴാണ് വെഞ്ഞാറമ്മൂട് പോലീസിൽ നിന്ന് ഒരു സന്ദേശം ഇരച്ചെത്തുന്നത്. മുത്തശ്ശിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകനായിട്ടുള്ള അഫാനാണ് കൊലപാതകി എന്നറിഞ്ഞത് രാത്രിയോടുകൂടി മാത്രമാണ്. വെഞ്ഞാറമ്മൂട്ടിലെ അതുപോലെ SL പുരത്തെയും നടക്കുന്ന ഭീകരപ്പെടുത്തുന്ന കൊലകൾക്കൊപ്പമാണ് ഇതും പുറത്തു വന്നത്. സർവത്ര ദുരൂഹതകളാണ് ഈ കേസിൽ തുടക്കം മുതൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. 11 മക്കളെ പ്രസവിച്ച സൽമാ ബീവി ഷീറ്റുമേഞ്ഞ ഒറ്റമുറി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. രാത്രിയിൽ കൂട്ടുകിടക്കാൻ മകൾ വരും. വൈകിട്ടോടുകൂടി മകളെത്തും. അപ്പോഴാണ് തലയുടെ പിൻഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റ നിലയിൽ അടുക്കളയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. അടുക്കള ഭിത്തിയിലും നിലത്തും ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരെ വിവരമറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ച ശേഷം അപകട മരണം എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു. പ്രായമുള്ള ആൾ കാലുവഴുതി വീണപ്പോൾ തലയിടിച്ചു മുറിവുണ്ടായി എന്നും രക്തം വാർന്നു മരിച്ചു എന്നുമായിരുന്നു നിഗമനം. അഫാന്റെ കീഴടങ്ങലിന് ശേഷം വെഞ്ഞാറമ്മൂട് പോലീസിന്റെ സന്ദേശം എത്തിയപ്പോഴാണ് കൊലപാതകം എല്ലാവരും അറിയുന്നത്. പുല്ലമ്പാറയിൽ കൊല്ലപ്പെട്ട ലത്തീഫിന്റെ മൃതദേഹം സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു. ഭാര്യ സജീദ ബീവിയുടേത് ഇതേ മുറിയിൽ നിലത്തുമായിരുന്നു. പെരിങ്ങമലയിൽ കൊല്ലപ്പെട്ട ഫർസാനയുടെ മൃതദേഹം 1-ാം നിലയിലെ മുറിയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു. അഫ്സാന്റെ മൃതദേഹം താഴത്തെ നിലയിൽ തറയിലും ഷമി മുറിക്കുള്ളിലുമായിരുന്നു. സ്വർണമാല ചോദിച്ച് അഫാൻ 2 ദിവസം മുമ്പ് മുത്തശ്ശി സൽമാ ബീവിയുടെ വീട്ടിൽ വന്നിരുന്നു എന്ന് സൽമാ ബീവിയുടെ മൂത്ത മകൻ ബദറുദ്ദീൻ പറയുന്നു. എന്നാൽ മാല കൊടുക്കില്ല എന്ന് സൽമാ ബീവി പറഞ്ഞു. ആകെയുള്ള തന്റെ സമ്പാദ്യമാണ്, ഇത് നൽകാൻ കഴിയില്ല. തന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ വേണ്ടി സൂക്ഷിക്കുന്നതാണെന്നും ഉമ്മ സൽമാ ബീവി പറഞ്ഞതായി ബദറുദ്ദീൻ പറയുന്നു. ഇന്നലെ രാവിലെ 8 മണിക്ക് അഫാന്റെ ബൈക്ക് സൽമാ ബീവിയുടെ വീട്ടിന് പുറത്തിരിക്കുന്നത് കണ്ടിരുന്നു എന്നാണ് ബദറുദ്ദീൻ പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഉമ്മ മരിച്ച വിവരം അറിയുന്നതെന്നും ബദറുദ്ദീൻ പറഞ്ഞു. പിതാവിന്റെ ഉമ്മയായ സൽമാ ബീവിയെ കൊന്ന ശേഷം അഫാൻ അവരുടെ സ്വർണമാലയും മോഷ്ടിച്ചു. ഇക്കാര്യം പോലീസിനോട് അഫാൻ സമ്മതിച്ചിട്ടില്ലെങ്കിലും സൽമാ ബീവിയുടെ മാല കാണാനില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നീട് അഫാൻ സമ്മതിച്ചു. അത് പണയം വെച്ച പണമാണ്, പ്രണയിച്ച പെണ്ണിന്റെ തലവഴിയെ ചുരിഞ്ഞത് എന്നൊക്കെ അവൻ പിന്നീട് സമ്മതിച്ചിട്ടുണ്ട്. ഇവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമല്ല മറ്റുള്ളവർക്കെതിരെ ഉപയോഗിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത്. ഇതുകൊണ്ടാണ് പിന്നീടുള്ളവരെ കൊല്ലാൻ ചുറ്റിക വാങ്ങിയത് എന്നാണ് സൂചന. അഫാന്റെ കുടുംബത്തിന് 75 ലക്ഷത്തിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും അതാണ് കൊലയ്ക്ക് കാരണം എന്നുമാണ് ഈ പ്രതി പോലീസിനും മജിസ്ട്രേറ്റിനും മുമ്പിൽ മൊഴി നൽകിയത്. എനിക്ക് 23 വയസ്സുണ്ട്. ഉപ്പ ഗൾഫിൽ ഫർണിച്ചർ കട നടത്തുകയാണ്. ബിസിനസ്സിനായി വലിയ തുക വായ്പ എടുത്തു. എന്നാൽ ബിസിനസ് പൊളിഞ്ഞതോടുകൂടി കടം കയറി. നാട്ടിൽ നിന്ന് പണം അയച്ചു കൊടുക്കാൻ ഉപ്പ ആവശ്യപ്പെടുന്നു. ഉപ്പയുടെ സഹോദരൻ അതിന് പണം നൽകുന്നില്ല. ഉമ്മമ്മയുടെ പക്കൽ ധാരാളം സ്വർണ്ണാഭരണം ഉണ്ടെങ്കിലും അവരും നൽകുന്നില്ല. അതിനാൽ എല്ലാവരെയും തീർത്ത് കളയാൻ തീരുമാനിച്ചു എന്നാണ് പ്രതി പോലീസിനോട് മൊഴി നൽകിയത്. എന്നത്തെയും പോലെ സ്കൂള് വിട്ടു വന്നതാണ് അഫാന്റെ കുഞ്ഞനിയനായ അഫ്സാൻ. അഫ്സാനും അഫാനും തമ്മിൽ വളരെയേറെ സ്നേഹത്തിൽ കഴിഞ്ഞവരാണ് എന്ന് നാട്ടുകാർ പറയുന്നു. ഇവരുടെ പിതാവ് വിദേശത്തായതുകൊണ്ട് കരുതലും സ്നേഹവും കൂടുതലായിരുന്നു അഫ്സാനോട്. 2 പേരും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. കുഞ്ഞനിയന്റെ പഠന കാര്യങ്ങൾ നോക്കിയിരുന്നതും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതും എല്ലാം അഫാനായിരുന്നത്രേ. കൊലപാതകങ്ങൾ നടത്തിയ ശേഷം വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിൽ എത്തി അഫാൻ സംഭവം വിവരിച്ചതോടുകൂടിയാണ് ഇത് പുറം ലോകം അറിയുന്നത്. താൻ 5 പേരെ കൊലപ്പെടുത്തി എന്നാണ് പെരുമന സ്വദേശിയായിട്ടുള്ള അഫാൻ 23-കാരൻ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിൽ എത്തി പറഞ്ഞത്. അതിന് പിന്നാലെ നടത്തിയ പോലീസിന്റെ അന്വേഷണത്തിൽ കൊലപാതക വിവരങ്ങൾ സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ പ്രതിയായിട്ടുള്ള അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് കനത്ത സുരക്ഷയിലേക്ക് തുടക്കത്തിൽ തന്നെ മാറ്റിയിരുന്നത്. സഹോദരനും പിതാവിന്റെ അമ്മ, പെൺസുഹൃത്ത്, പിതൃസഹോദരന്റെ ഭാര്യ, ഇങ്ങനെ 5 പേരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. ഇവന്റെ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, അവർ ചത്തില്ല. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അമ്മയ്ക്ക്. കടബാധ്യത താങ്ങാൻ കഴിയാതെ വന്നത്രേ. ഇവൻ കടബാധ്യത ഉണ്ടാക്കുമ്പോൾ ഉറ്റവരാണോ ഇവന്റെ കടബാധ്യത കൊടുത്തു വീടേണ്ടത്?
നെല്ല് കണ്ടിട്ടേ അരി കടം വാങ്ങാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാത്ത മാതാവിന് ഇത് വേണം. എന്തുദ്ദേശിച്ചിട്ടാണ് 75 ലക്ഷം രൂപയുടെയൊക്കെ കടമ? പിന്നെ 35 കുറഞ്ഞു. അത് ശരി, എന്തായിരുന്നാലും ശരി, ഇതൊക്കെ ആര് പഠിപ്പിച്ചതാ? അതുകൊണ്ടാണ് അവൻ ചുറ്റികയ്ക്ക് അടിച്ച 5 പേര് കൊല്ലപ്പെട്ടിട്ടും അമ്മ കൊല്ലപ്പെടാതിരുന്നത്. മക്കളെ മര്യാദ പഠിപ്പിക്കാത്ത, ആരാന്റെ സമ്പത്തിൽ ആർമാദിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്ന എല്ലാ അമ്മമാരും ഇതൊരു പാഠമാണ്. അതിനിടയ്ക്കാണ് ഇവൻ ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നാടകം കളിച്ചതാണോ അതോ പുതിയ ഉഡായിപ്പാണോ, ഇനി അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജയിലിൽ ഇങ്ങനെ ജീവിതം തള്ളി നിൽക്കുമ്പോൾ ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ ഓർത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായതാണോ? എന്തായിരുന്നാലും ശരി, അവൻ ജീവൻ ഒടുക്കാൻ ശ്രമിച്ചു. കഴുത്തൊടിഞ്ഞു തൂങ്ങി എന്നാണ് അറിയാൻ പറ്റിയത്. അതൊരു നല്ല ലക്ഷണമാണ്. ഇവനൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഭാഗത്ത്. പക്ഷേ അത്ര പെട്ടെന്ന് ഇവൻ ചാവാമോ? ശരിക്കിവൻ അനുഭവിക്കണ്ടേ? എന്തായിരുന്നാലും ഇവൻ്റെ നില അതീവ ഗുരുതരമാണെന്നും വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്നും കുറച്ചൊരു ഭേദമുണ്ട്, വാർഡിലേക്ക് മാറ്റിയെന്നും ICU സൗകര്യം ഒഴിവാക്കിയെന്നും പല രൂപത്തിൽ കേൾക്കുന്നുണ്ട്. നോക്കാം. ആത്മഹത്യക്ക് ശ്രമിച്ചത് അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരം നൽകാനായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ. അഞ്ജന, ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയായിരുന്നു തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ UT ബ്ലോക്കിൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അഫാൻ പരിസരത്ത് ഉണങ്ങാനിട്ടിരുന്ന ഒരു ലുങ്കി മുണ്ട് കൈക്കലാക്കിയിരുന്നു. ഈ ലുങ്കി മുണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ശുചിമുറിക്കകത്ത് തൂങ്ങി മരിക്കുക, കഴുക്കിൽ കുരുക്കിട്ട് മരിക്കാനായി ശ്രമിക്കുന്നത്. സമയം വൈകിയിട്ടും അഫാൻ ശുചിമുറിയിൽ നിന്ന് ഇറങ്ങാത്തതിനെ തുടർന്നാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിക്കുന്ന സമയത്ത് അഫാനെ ബോധരഹിതനായി കണ്ടെത്തുകയായിരുന്നു. കഴുത്തിൽ കുരുക്കിട്ട നിലയിൽ ബോധരഹിതനായി കണ്ടെത്തുകയാണ്. തുടർന്ന് 15:25 കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അഫാനെ മാറ്റുന്നു. അവിടെ നിന്ന് അഫാനെ തീവ്രപരിചരണ വിഭാഗം മൂന്നാമത്തെ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അവിടെ അഫാന്റെ സഹോദരൻ പെൺസുഹൃത്ത് ഇതുവരെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് ആ കുറ്റപത്രം ഇപ്പോൾ നൽകിയത്. അതിന്റെ വിശദാംശം കൂടി പെട്ടെന്ന് നേടാം. അവിടെ ഷഫീദ് റാവുത്തർ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ അഫാന്റെ സഹോദരൻ പെൺസുഹൃത്ത് ഇവരെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രം, അത് മൂന്നാമത്തെ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുകയാണ് കോടതിയിൽ. എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? എന്ത് കാരണത്താൽ ഈ കൊലപാതകം നടത്തി എന്നൊക്കെ ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ടോ? മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യൻ ഈ വിഷയത്തിനകത്ത് ഏറ്റവും സന്തോഷം തരുന്ന വാർത്ത ഇവന്റെ സംസാരശേഷി ഇനിയും തിരിച്ചു കിട്ടില്ല എന്നതാണ്. വളരെ നല്ലത്. ഇനി ഇവൻ സംസാരിക്കരുത്, ഇവന് ചെവിയും കേൾക്കരുത്, കണ്ണും കാണരുത്. കുഞ്ഞനിയന്റെ ചോര കണ്ടിട്ട് പോലും ഇവന്റെ മനസ്സിനൊരല്പം പോലും ചലനമുണ്ടായിരുന്നില്ല എന്നതാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത്. തള്ളയും കൊന്ന്, അനിയനെയും കൊന്ന്, കാമുകയും കൊന്ന് ഇവർക്കൊക്കെയാണോ ഇവൻ കടം വാങ്ങിക്കൊടുത്തത്? ഇവരൊക്കെ തിരിച്ചു വീടുമെന്നും പറഞ്ഞിട്ടാണോ ഇവൻ ഈ കടം വാങ്ങി ആർമാദിച്ച് ജീവിച്ചത്? ഇവന്റെ കഴുത്തെല്ലാം ഒടിഞ്ഞു തൂങ്ങിയെന്നും ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണമെന്നുമൊക്കെയാണ് കേൾക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഇനിയും സ്വയം ജീവൻ ഒടുക്കാൻ പോയതിന്റെ പിഴ കൂടി ഇവൻ തന്നെ ഈടാക്കണം. അതല്ലെങ്കിൽ അത്രയും കൂടി കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചാലും മതി. ഇവനൊക്കെ നമ്മുടെ നികുതി പണത്തിൽ ജീവിക്കണോ അതോ ജീവച്ഛവത്തെ പോലെ ജീവിച്ചു മരിക്കണോ? അനുഭവിക്കാതെ പോകരുത്. ഇതിനകത്ത് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു വസ്തുത, പിതാവിന് ഇവനെ കാണണ്ട എന്ന് പറഞ്ഞു. ഇത്രയും അവസ്ഥയിലായിട്ട് പോലും പിതാവ് ചെന്ന് നോക്കുന്നില്ല. കാരണം ഒരു പക്ഷെ മാധ്യമങ്ങളെ പേടിച്ചിട്ടായിരിക്കും. അതല്ലെങ്കിൽ എത്ര വലിയ ക്രൂരത ചെയ്തവനാണെങ്കിലും ശരി, മകനാണല്ലോ, കാണാൻ അദ്ദേഹത്തിന്റെ ഹൃദയം വെമ്പുന്നുണ്ടാകും. ഇതൊക്കെ കണ്ട് ഒരമ്മയുണ്ട്, അതിനകത്തൊരമ്മ മനസ്സ് മകന്റെ അടുത്തേക്കൊന്ന് ഓടിച്ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ തേച്ചൊട്ടിക്കുമെന്ന ഭയം, കുടുംബം എന്തു പറയുമെന്നുള്ള ഭയം, വാർത്താ മാധ്യമങ്ങളിൽ എന്തായിരിക്കും അടുത്ത ദിവസം വാർത്ത വരുന്നത് എന്ന ഭയം ഒന്നുകൊണ്ട് മാത്രമാണ്. അന്ധഭയം ഇരിക്കട്ടെ.